Morning students, we are going to discuss about the topic UV visible spectroscopy. From this part we will enter into the spectroscopy part of the biophysics. So the first type of spectroscopy you have to study is the UV visible spectroscopy. So what is a spectroscopy? Spectroscopy is the branch of science dealing with the study of interaction of electromagnetic radiation with matter, or it is the measurement of electromagnetic radiation absorbed or emitted when a molecule or ion or atoms of a sample moved from one energy state to another energy state. So the spectroscopy is the branch of science which deals with the study of electromagnetic radiation, the effect of electromagnetic radiation on matter, or it is the measurement of electromagnetic radiation absorbed or emitted when molecular or ions or atoms of a sample move from one energy state to another energy state. The spectroscope is the most powerful tool available for the study of atomic and molecular structure and is used in the analysis of a wide range of സാമ്പിൾസ്. ഇപ്പോൾ സ്പെക്ട്രോസ്കോപ്പിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പി പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പി പാർട്ടിലെ ആദ്യത്തെ ടോപ്പിക്കാണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ ആദ്യം തന്നെ സ്പെക്ട്രോസ്കോപ്പി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. അതെന്താണ് സ്റ്റഡി ചെയ്യുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും മാറ്ററും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് സ്പെക്ട്രോസ്കോപ്പി. So the spectroscopy is the branch of science which deals with the study of electromagnetic radiations interactions with the matter. So the spectroscopy is the branch of science which deals with the study of interaction of electromagnetic radiation with the matter. അപ്പോൾ എങ്ങനെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ മാറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ മാറ്ററിനെ എഫക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന നമ്മുടെ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് സ്പെക്ട്രോസ്കോപ്പി. അല്ലെങ്കിൽ സ്പെക്ട്രോസ്കോപ്പി ഈസ് ദി മെഷർമെൻറ്റ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ absorbed or emitted when a molecular ion or atom of a sample move from one energy state to another energy state. അതായത് ഒരു എനർജി സ്റ്റേറ്റിൽ നിന്ന് വേറെ എനർജി സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ, നിങ്ങൾക്കറിയാം ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ആറ്റം പോകണമെങ്കിൽ അതെന്ത് അബ്സോർബ് ചെയ്യണം? എനർജി അബ്സോർബ് ചെയ്യണം. അല്ലെങ്കിൽ ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരണമെങ്കിൽ എനർജി എമിറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഒരു എനർജി സ്റ്റേറ്റിൽ നിന്ന് വേറെ എനർജി സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആറ്റംസ് എന്ത് ചെയ്യും? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അബ്സോർബ് ചെയ്യും, എമിറ്റ് ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് സ്പെക്ട്രോസ്കോപ്പി. ഇപ്പോൾ ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ ആറ്റം എന്ത് ചെയ്യണം? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അബ്സോർബ് ചെയ്യണം. അതേപോലെ ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ആറ്റം എന്ത് ചെയ്യും? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. അപ്പോൾ അതാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. എന്തുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസും മാറ്ററും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് സ്പെക്ട്രോസ്കോപ്പി. അല്ലെങ്കിൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് വെച്ചാൽ എന്താണ്? അതായത് മാറ്റർ ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യും. പിന്നെ ഹയർ നിന്ന് ലോവറിലേക്ക് വരുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് സ്പെക്ട്രോസ്കോപ്പി. ഈ സ്പെക്ട്രോസ്കോപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു പവർഫുൾ ടൂളാണ് ഫോർ ദി സ്റ്റഡി ഓഫ് അറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. അപ്പോൾ അറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ, അതായത് ആറ്റത്തിൻ്റെ സ്ട്രക്ചറും മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിക്കാനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ്. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി അനാലിസിസ് ഓഫ് വൈഡ് റേഞ്ച് ഓഫ് സാമ്പിൾ. അപ്പോൾ വൈഡ് റേഞ്ച് ഓഫ് സാമ്പിൾസിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ലാബിൽ എസ്റ്റിമേഷനൊക്കെ ചെയ്യുന്നത് എന്തിലാണ്? കലോറിമെട്രിയിലും സ്പെക്ട്രോഫോട്ടോമീറ്ററിലൊക്കെ അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് സ്പെക്ട്രോസ്കോപ്പിയാണ്. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ദി അനാലിസിസ് ഓഫ് സാമ്പിൾ ആൻഡ് ഫോർ ദി ഡിറ്റർമിനേഷൻ ഓഫ് സ്ട്രക്ചർ ഓഫ് atoms and molecules. So what is the principle of spectroscopy? This principle of spectroscopy is based on the measurement of spectrum of a sample containing atom or molecule.
അപ്പോൾ ഓരോ ആറ്റത്തിനും അല്ലെങ്കിൽ ഓരോ മോളിക്യൂളിനും ഡിഫറെൻറ്റ് സ്പെക്ട്രമാണ് ഉണ്ടാകുക. അതായത് ഡിഫറെൻറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റേഞ്ചിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആയിരിക്കും അത് അബ്സോർബ് ചെയ്യും എമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ ബേസിസിലാണ് ഈ സ്പെക്ട്രോസ്കോപ്പി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ആറ്റത്തിനും ഡിഫറെൻറ്റ് മോളിക്യൂൾസിനും ഡിഫറെൻറ്റ് റേഞ്ച് ഓഫ് മെഷർമെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് ആറ്റത്തിന് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മോളിക്യൂൾസിന് ഡിഫറെൻറ്റ് സ്പെക്ട്രം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ് അബ്സോർബ് ചെയ്യുക എമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ അതാണ് സ്പെക്ട്രോസ്കോപ്പിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ സ്പെക്ട്രം എന്താണ്? സ്പെക്ട്രം ഈസ് എ ഗ്രാഫ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് റേഡിയേഷൻ വേഴ്സസ് ഫ്രീക്വൻസി ഓർ വേവ് ലെങ്ത്. ഇപ്പോൾ സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു ഗ്രാഫാണ്. അതായത് ഒരു ആക്സിസിൽ ഇൻറ്റൻസിറ്റി ഓഫ് അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് റേഡിയേഷൻ ഉണ്ടാവും, മറ്റേ ആക്സിസിൽ എന്തുണ്ടാവും? വേവ് ലെങ്ത്തും ഉണ്ടാവും. അതാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയും എമിഷൻ സ്പെക്ട്രോസ്കോപ്പിയും. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഡിഫറെൻ്റ് ആറ്റം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ആണ് അബ്സോർബ് ചെയ്യും എമിറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഓരോ ആറ്റത്തിനും ഓരോ മോളിക്യൂൾസിനും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള സ്പെക്ട്രം ഉണ്ടാവും. അപ്പോൾ അതാണ് സ്പെക്ട്രോസ്കോപ്പിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ സ്പെക്ട്രം എന്ന് പറയുന്നത് ആ ഗ്രാഫാണ്. അതായത് സ്പെക്ട്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാഫ് കിട്ടും, അതാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ആ ഗ്രാഫിൽ ഒരു ആക്സിസിൽ എന്തുണ്ടാവും? അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് ഇൻറ്റൻസിറ്റി ഓഫ് അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് റേഡിയേഷൻ ഉണ്ടാവും, മറ്റേ ആക്സിസിൽ വേവ് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പിയിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഓരോ ആറ്റത്തിനും ഓരോ മോളിക്യൂളും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള അബ്സോർപ്ഷൻ അല്ലെങ്കിൽ എമിറ്റൻസ് സ്പെക്ട്രം ഉണ്ടാവും. പിന്നെ ആ റിസൾട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്പെക്ട്രം എന്ന് പറയുന്ന ഗ്രാഫ് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു ആക്സിസിൽ അബ്സോർബ്ഡ് അല്ലെങ്കിൽ എമിറ്റഡ് ഫ്രീക്വൻസി ഓഫ് അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് റേഡിയേഷൻ ഉണ്ടാവും, മറ്റേതിൽ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഉണ്ടാവും. ഇപ്പോൾ രണ്ട് ടൈപ്പ് സ്പെക്ട്രോഫോട്ടോമീറ്ററാണുള്ളത്, അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയും എമിഷൻ സ്പെക്ട്രോസ്കോപ്പിയും. In absorption spectroscopy, it deals with the measurement of absorption of electromagnetic radiation. ഇപ്പോൾ പേരിലുള്ള പോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ അബ്സോർപ്ഷനുമായിട്ട് ഡീൽ ചെയ്യുന്ന സ്പെക്ട്രോസ്കോപ്പിയാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിൻ്റെ എക്സാമ്പിളാണ് യു വി സ്പെക്ട്രോസ്കോപ്പി, യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, IR സ്പെക്ട്രോസ്കോപ്പി എക്സെട്ര. Emission spectroscopy deals with the emission of electromagnetic radiation and example is mass spectroscopy. ഇപ്പോൾ രണ്ട് ടൈപ്പ് സ്പെക്ട്രോസ്കോപ്പിയാണുള്ളത്, ഒന്ന് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയും രണ്ടാമത്തത് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി ഡീൽ ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ അബ്സോർപ്ഷനുമായിട്ടാണ്. അതിൻ്റെ എക്സാമ്പിളാണ് IR സ്പെക്ട്രോസ്കോപ്പി, UV സ്പെക്ട്രോസ്കോപ്പി. എമിഷൻ സ്പെക്ട്രോസ്കോപ്പി ഡീൽ ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ എമിഷനുമായിട്ടാണ്. എക്സാമ്പിൾ മാസ് സ്പെക്ട്രോസ്കോപ്പി. So there are some terms used in UV visible spectroscopy. First one is chromophore. What is a chromophore? The chromophore is the part of the molecule responsible for imparting color to that molecule. And it consists of functional groups with multiple bonds capable of absorbing radiations above 200 nanometer. So first term is chromophore. The chromophore is the part of the molecule which gives the color to that molecule, and they usually consist of double bond, and they absorb the electromagnetic radiations usually above 200 nanometer. So what is auxochrome? Auxochrome is the functional group attached to the chromophore which modifies the ability of the chromophore to absorb or emit light. ഇപ്പോൾ രണ്ട് ടേംസാണ് നമ്മൾ മെയിൻലി യു വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിൽ ഡീൽ ചെയ്യുന്നത്. ഒന്ന് ക്രോമോഫോർ, അതായത് ആ സൊല്യൂഷൻ അല്ലെങ്കിൽ ആ മോളിക്യൂളിന് കളർ കൊടുക്കുന്ന ഗ്രൂപ്പാണ് ക്രോമോഫോർ എന്ന് പറയുന്നത്. യൂഷ്വലി ക്രോമോഫോർ എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടുള്ള ആൾക്കാരായിരിക്കും ക്രോമോഫോർ എന്ന് പറയുന്നത്. ആ ക്രോമോഫോർ ആണ് എന്ത് ചെയ്യുന്നത്? ആ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നത്. പിന്നെയുള്ളതാണ് ഓക്സോക്രോം, അതായത് ക്രോമോഫോറുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഓക്സോക്രോം എന്ന് പറയുന്നത്. അതായത് ക്രോമോഫോറുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഓക്സോക്രോം എന്ന് പറയുന്നത്. ഇത് ആ ക്രോമോഫോറിൻ്റെ ലൈറ്റ് അബ്സോർബിങ് കാപ്പബിലിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അബ്സോർബ് ചെയ്യാനുള്ള കാപ്പബിലിറ്റീനെ മോഡിഫൈ ചെയ്യും.
അപ്പോൾ ക്രോമോഫോറാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഓക്സോക്രോം. ഈ ഓക്സോക്രോം എന്ത് ചെയ്യും? ക്രോമോഫോറിൻ്റെ ലൈറ്റ് അബ്സോർബിങ് ക്യാപ്പബിലിറ്റീനെ മോഡിഫൈ ചെയ്യും. അതായത് ഓക്സോക്രോമാണ് ക്രോമോഫോറിൻ്റെ ലൈറ്റ് അബ്സോർബിങ് കപ്പാസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. So what is the theory involved in UV visible spectroscopy? When a beam of light falls on a solution, a portion of light is reflected from the surface of the media, a portion is absorbed within the media, and the remaining is transmitted through the media. So whenever so it can be represented that the intensity of radiation falling on the media, I0 is equal to IR, which is the radiation reflected, IA, which is the radiation absorbed, and IT, which is the radiation transmitted. So whenever a electromagnetic radiation falls on a sample or a homogeneous solution, three phenomena happen. The first phenomenon is that some of the electromagnetic radiation will be reflected back. The second phenomenon is that some of the electromagnetic radiation will be absorbed, and the third phenomenon is that some of the electromagnetic radiation will be transmitted. So the I0, or the intensity of radiation falling on the media, is equal to IR plus IA plus IT, where IR is the amount of radiation reflected, IA is the amount of radiation absorbed, and IT is the amount of radiation transmitted. അപ്പോൾ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിൻ്റെ തിയറിയാണ് പറയുന്നത്. ഇപ്പോൾ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 3 ഫിനോമിനാസ് നടക്കും. ഒന്നാമത്തേത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ചില ഭാഗങ്ങൾ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അതായത് ഈ ഗ്ലാസ്സിലല്ലേ നമ്മുടെ സൊല്യൂഷൻ ഉണ്ടാകുക, ടെസ്റ്റ് ട്യൂബിലാണ് ഉണ്ടാകുക. അപ്പോൾ ആ ടെസ്റ്റ് ട്യൂബിൽ അല്ലെങ്കിൽ ക്യുവറ്റിൽ നമ്മളൊരു സൊല്യൂഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം, നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഒരു ഭാഗം റിഫ്ലക്റ്റ് ചെയ്ത് ഗ്ലാസ്സിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് അങ്ങ് പോകും. വേറൊരു ഭാഗം എന്ത് ചെയ്യും? ആ സാമ്പിളിലുള്ള മോളിക്യൂൾസ് അബ്സോർബ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ ഫിനോമിന എന്താണെന്ന് വെച്ചാൽ ചിലത് എന്ത് ചെയ്യും? ചില ഭാഗങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. അതായത് ഈ സൊല്യൂഷനിലൂടെ യാതൊരു മാറ്റവും ഇല്ലാതെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ചില ഭാഗങ്ങൾ പാസ് ചെയ്ത് പോകും. അപ്പോൾ ഒരു സാമ്പിളിലേക്ക് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ സംഭവിക്കും. ഒന്നാമത്തത് ആ ഗ്ലാസ് തട്ടി ചില ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. രണ്ടാമത്തത് ചില ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആ സാമ്പിൾ അബ്സോർബ് ചെയ്യും. മൂന്നാമത്തത് എന്താണ്? ആ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഒരു ഭാഗങ്ങൾ എന്ത് ചെയ്യും? ആ സൊല്യൂഷനിലൂടെ യാതൊരു ചേഞ്ചും ഇല്ലാതെ പാസ് ചെയ്ത് പോകും അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. അപ്പോൾ 2 ലോസാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. അതായത് ഈ സ്പെക്ട്രോഫോട്ടോമീറ്റർ വർക്ക് ചെയ്യുന്നത് 2 ലോസിൻ്റെ ബേസിസിലാണ്. ഒന്ന് ബിയർ ലോവും രണ്ടാമത്തത് ലാംബേർട്സ് ലോവും. അപ്പോൾ അബ്സോർബൻസ് ലോ അല്ലെങ്കിൽ ബിയർ ലാംബേർട്സ് ലോൻ്റെ ബേസിസിലാണ് ഈ സ്പെക്ട്രോഫോട്ടോമീറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ബിയർ ലാംബേർട്സ് ലോ ആണ് അല്ലെങ്കിൽ അബ്സോർബൻസ് ലോ ആണ്. അപ്പോൾ ആദ്യത്തതാണ് ബിയേഴ്സ് ലോ. ദി ഇൻറ്റൻസിറ്റി ഓഫ് ബീം ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് decreases exponentially with the increase in the concentration of the absorbing substance. അപ്പോൾ നമ്മൾ അതായത് I0 ആണ് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം I0 ആണ് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. I ആണ് സൊല്യൂഷനിലൂടെ പാസ് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ I0 കൂടുതലായിരിക്കും, നമ്മൾ കൊടുക്കുന്ന I0 കൂടുതലായി ഇൻറ്റൻസിറ്റി ആയിരിക്കും. അപ്പോൾ പുറത്തേക്ക് കുറച്ച് മാത്രമേ വരൂ. അതായത് ചില റേഡിയേഷൻസ് എന്താണ് ആ സാമ്പിളിലുള്ള മോളിക്യൂൾസ് അബ്സോർബ് ചെയ്യും. അപ്പോൾ കോൺസെൻട്രേഷൻ കൂടുന്തോറും അബ്സോർപ്ഷൻ കൂടും. അതായത് നമ്മൾ കൊടുക്കുന്ന മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കോൺസെൻട്രേഷൻ കൂടുന്തോറും, അതായത് ആ സാമ്പിളിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും കുറയും. ഇപ്പോൾ നിങ്ങളിപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ടൈട്രേഷൻ നിങ്ങൾ എസ്റ്റിമേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എസ്റ്റിമേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് OD എങ്ങനെയാണ് കൂടി വന്നത്? S1 നിന്ന് S5 എടുക്കുമ്പോൾ OD കൂടിയല്ലേ വന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് S1 സാമ്പിളിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും, അപ്പോൾ അതിന് കുറച്ച് OD കിട്ടും.
അതായത് സാമ്പിളിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് അബ്സോർബൻസ് കൂടുക, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരിക. ഇപ്പോൾ S1 നിന്ന് S5ലേക്ക് നമ്മൾ ഓടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ S5ലായിരിക്കും ഏറ്റവും കൂടുതൽ ഓടി കിട്ടുക. കാരണം S5ലാണ് ഏറ്റവും കൂടുതൽ സാമ്പിൾ കോൺസെൻട്രേഷൻ ഉള്ളത് S1നെ കാട്ടും. അപ്പോൾ സാമ്പിളിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടും. അതേസമയം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുക എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ കൊടുക്കുന്ന മോണോക്രോമാറ്റിക് ലൈറ്റ് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യും. അതായത് the intensity of monochromatic light is indirectly proportional to the concentration of the sample. അതായത് കോൺസെൻട്രേഷൻ കൂടുന്തോറും ഇൻറ്റൻസിറ്റി മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. അപ്പോൾ ഇൻറ്റൻസിറ്റി ഈസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഇൻറ്റൻസിറ്റി ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് ഈസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് ദി സാമ്പിൾ. അപ്പോൾ ഇൻറ്റൻസിറ്റി ഈസ് ഇൻഡയറക്ഷനലി പ്രൊപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് ദി സാമ്പിൾ. കോൺസെൻട്രേഷൻ കൂടുന്തോറും ഇൻറ്റൻസിറ്റി കുറയും, അല്ലെങ്കിൽ ഓടി കൂടുന്തോറും ഇൻറ്റൻസിറ്റി കുറയും. അതായത് കോൺസെൻട്രേഷൻ കൂടുന്തോറും ഓടി കൂടും, അതേസമയം ഇൻറ്റൻസിറ്റി കുറയും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ആ സാമ്പിളിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും കുറയുകയാണ് ചെയ്യുക. അതാണ് ബിയേഴ്സ് ലോ. ബിയേഴ്സ് ലോ എന്താണ് പറയുന്നത്? ദി ഇൻറ്റൻസിറ്റി ഓഫ് ദി മോണോക്രോമാറ്റിക് റേഡിയേഷൻ ഈസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് ദി സാമ്പിൾ. സോ വെനെവർ ദി കോൺസെൻട്രേഷൻ ഓഫ് ദി സാമ്പിൾ ഇൻക്രീസസ്, ദി ഇൻറ്റൻസിറ്റി ഓഫ് ദി മോണോക്രോമാറ്റിക് റേഡിയേഷൻസ് ഡിക്രീസസ്. അപ്പോൾ ഇതാണ് ബിയേഴ്സ് ലോ. ബിയേഴ്സ് ലോ എന്താണ് പറയുന്നത്? ദി ഇൻറ്റൻസിറ്റി ഓഫ് ദി മോണോക്രോമാറ്റിക് ലൈറ്റ് ഈസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് ദി സാമ്പിൾ. അപ്പോൾ സാമ്പിളിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും നമ്മൾ പുറത്തേക്ക് വരുന്ന, അപ്പോൾ ആ സാമ്പിളിലൂടെ പുറത്തേക്ക് വരുന്ന മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. അതായത് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. മനസ്സിലായില്ല? അതാണ് ബിയേഴ്സ് ലോ. ബിയേഴ്സ് ലോ എന്താണ് പറയുന്നത്? നമ്മൾ കൊടുക്കുന്ന മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്തിനോട് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് കോൺസെൻട്രേഷനായിട്ട്. അപ്പോൾ സാമ്പിളിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും നമ്മൾ കൊടുക്കുന്ന മോണോക്രോമാറ്റിക് ലൈറ്റ്, അതായത് നമ്മുടെ സാമ്പിളിലൂടെ പുറത്ത് വരുന്ന മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. അതായത് സാമ്പിളിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുകയാണ് ചെയ്യുക. അടുത്തതാണ് ലാംബർട്ട്സ് ലോ. വെൻ എ ബീം ഓഫ് ലൈറ്റ് ഈസ് അലൗഡ് ടു പാസ് ത്രൂ എ ട്രാൻസ്പാരൻറ്റ് മീഡിയം, the rate of degrees of intensity with the thickness of the medium is directly proportional to the intensity of light. അപ്പോൾ ലാംബർട്ട്സ് ലോ എന്താണ് പറയുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയത്തിൻ്റെ തിക്നെസ് കൂടുന്തോറും പുറത്തേക്ക് വരുന്ന മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. അതായത് intensity of the monochromatic light is directly proportional to the thickness of the medium. അതാണ് ലാംബർട്ട്സ് ലോ. അപ്പോൾ ബിയേഴ്സ് ലോ എന്താണ് പറയുന്നത്? intensity of the monochromatic light is indirectly proportional to the concentration of the sample. ലാംബർട്ട്സ് ലോ എന്താണ് പറയുന്നത്? the intensity of the monochromatic light is directly proportional to the thickness of the medium. അപ്പോൾ മീഡിയത്തിൻ്റെ തിക്നെസ് കൂടുന്തോറും നമ്മുടെ പുറത്തേക്ക് വരുന്ന മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. ഇനി ഈ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ നോക്കാം. അപ്പോൾ എന്തൊക്കെ കോമ്പോണൻസ് ആണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിക്ക് വേണ്ടത്? ഒന്നാമത്തേത് ഒരു ലൈറ്റ് സോഴ്സ് വേണം, പിന്നെ മോണോക്രോമാറ്റർ വേണം. അതായത് ഈ പോളിക്രോമാറ്റിക് ലൈറ്റിന്, അതായത് നമ്മൾ കൊടുക്കുന്ന ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്നത് പോളിക്രോമാറ്റിക് ലൈറ്റാണ്. അതായത് പല വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതൊരൊറ്റ വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ പോളിക്രോമാറ്റിക് ലൈറ്റിനെ മോണോക്രോമാറ്റിക് ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മോണോക്രോമാറ്റർ. പിന്നെ സാമ്പിൾ ഹോൾഡർ ഉണ്ടാവും, പിന്നെ ഒരു ഡിറ്റക്ടർ ഉണ്ടാവും, പിന്നെ റെക്കോർഡർ ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് സ്പെക്ട്രോ ഫോട്ടോമീറ്ററിൻ്റെ കോമ്പോണൻറ്റ്സ്? ഒന്നാമത്തെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടാവും. ആ ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന പോളിക്രോമാറ്റിക് ലൈറ്റിനെ മോണോക്രോമാറ്റിക് ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോണോക്രോമാറ്റർ ഉണ്ടാവും. പിന്നെ സാമ്പിൾ ഹോൾഡർ ഉണ്ടാവും, ഡിറ്റക്ടർ ഉണ്ടാവും, റെക്കോർഡർ ഉണ്ടാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ റേ ഡയഗ്രാം.
അപ്പോൾ ഈ ഫിഗർ വരച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, പിന്നെ ഒരു മോണോക്രോമാറ്റർ ഉണ്ട്. അപ്പോൾ മോണോക്രോമാറ്ററായിട്ട് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുക പ്രിസമാണ്. അപ്പോൾ ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന പോളിക്രോമാറ്റിക് ലൈറ്റിനെ മോണോക്രോമാറ്റിക് ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യും മോണോക്രോമാറ്റർ. എന്നിട്ട് ആ ലൈറ്റ് ഒരു സാമ്പിളിലൂടെ പാസ് ചെയ്യും. അപ്പോൾ സാമ്പിളിലൂടെ പുറത്തേക്ക് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്നത് ഡിറ്റക്ടർ വഴിയാണ്. ആ ഡിറ്റക്ടർ അതിനെ ആംപ്ലിഫയർ അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് വാല്യൂ റീഡ് ചെയ്ത് കാണിക്കും. സോ ദി റേഡിയേഷൻ സോഴ്സ് ഈസ് യൂഷ്വലി we use the deuterium or hydrogen lamps at low vapor pressure. The problem is that due to the evaporation of tungsten, life period decreases. It is overcome by using tungsten halogen lamp. The halogen gas prevents the evaporation of tungsten. സോ അപ്പോൾ യു വി റേഡിയേഷൻ്റെ സോഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്യൂട്ടീരിയം അല്ലെങ്കിൽ ഹൈഡ്രജൻ ലാംപ്സ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ടങ്സ്റ്റൺ ലാംപ്സും യൂസ് ചെയ്യാം. ഇപ്പോൾ ടങ്സ്റ്റൺ ലാമ്പ് യൂസ് ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ടങ്സ്റ്റൺ ലാമ്പിൻ്റെ ലൈഫ് അതിൻ്റെ വാറൻറ്റി കുറവാണ് ഡ്യൂ ടു ദി ഇവാപ്രേഷൻ. in order to overcome this we use tungsten halogen lamp. The halogen prevents the evaporation of tungsten. ഇപ്പോൾ റേഡിയേഷൻ സോഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്യൂട്ടീരിയം അല്ലെങ്കിൽ ഹൈഡ്രജൻ ലാംപ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ടങ്സ്റ്റൺ ലാമ്പ് യൂസ് ചെയ്താൽ അതിന് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം ടങ്സ്റ്റൺ എന്ന് പറയുന്നത് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന സംഭവമാണ്. അപ്പോൾ ഇവാപ്പറേറ്റ് പോയിട്ട് അത് നശിച്ചു പോകും. അപ്പോൾ അതിൻ്റെ ഇവാപ്പറേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടങ്സ്റ്റൺ ഹാലജൻ ലാംപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ അൾട്രാവയലറ്റ് റീജിയൻ വി യൂസ് ഹൈഡ്രജൻ ഡിസ്ചാർജ് ലാമ്പ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 electrode containing deuterium filled silica envelope. The UV visible spectrometer have both deuterium and tungsten lamp. The selection of lamp is made by moving lamp mounting or mirror to cause the light fall on monochromator. The deuterium lamp radiation emitted is 3 to 5 times more than the hydrogen discharge lamp. We can also use xenon discharge lamp which is stored under the pressure of 10 to 30 atmosphere. അപ്പോൾ പലതരം റേഡിയേഷൻ സോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ യു വി ലൈറ്റ് റീജിയൻ വി യൂസ് ഹൈഡ്രജൻ ഡിസ്ചാർജ് ലാമ്പ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 electrode containing deuterium filled silica envelope. അപ്പോൾ നമ്മൾ പല ടൈപ്പ് റേഡിയേഷൻ സോഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ യു വി റേഞ്ചിലുള്ള റേഡിയേഷനാണ് വേണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ ഡിസ്ചാർജ് ലാമ്പ് ആയിരിക്കും. അപ്പോൾ ഹൈഡ്രജൻ ഡിസ്ചാർജ് ലാമ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്യൂട്ടീരിയമാണ്. അപ്പോൾ ഡ്യൂട്ടീരിയം ഒരു സിലിക്ക എൻവലപ്പിൽ കവർ ചെയ്തിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ സിലിക്ക കൊണ്ട് കവർ ചെയ്തിട്ടുള്ള 2 ഡ്യൂട്ടീരിയം ഇലക്ട്രോഡ്സ് ആണ് നമ്മൾ ഹൈഡ്രജൻ ഡിസ്ചാർജ് ലാമ്പിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ഡ്യൂട്ടീരിയം ഇലക്ട്രോഡ്സ് ഉണ്ടാകും. ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. അപ്പം ഈ 2 ഡ്യൂട്ടീരിയം ഇലക്ട്രോഡ്സ് ഉണ്ടാവും. ആ ഡ്യൂട്ടീരിയം ഇലക്ട്രോഡ്സിനെ കവർ ചെയ്തുകൊണ്ട് സിലിക്ക ഉണ്ടാവും. അതാണ് ഹൈഡ്രജൻ ഡിസ്ചാർജ് ലാമ്പ്. ഇത് കൂടാതെ നമുക്ക് ഡ്യൂട്ടീരിയം ലാംപ്സും യൂസ് ചെയ്യാൻ പറ്റും. ഡ്യൂട്ടീരിയം ലാംപ്സിന് 3 to 5 more ടൈംസ് ഡിസ്ചാർജ് ആയിരിക്കും. പിന്നെ സെനോൺ ഡിസ്ചാർജ് ലാമ്പ് ഉണ്ട്. സെനോൺ സ്റ്റോർ ചെയ്യേണ്ടത് 10 to 30 atmosphere ആണ്. ഇപ്പോൾ ഹൈഡ്രജൻ ഡിസ്ചാർജ് ലാമ്പ് ഉണ്ട്, ഡ്യൂട്ടീരിയം ലാമ്പ് ഉണ്ട്, സെനോൺ ഡിസ്ചാർജ് ലാമ്പ് ഉണ്ട്. നെക്സ്റ്റ് പാർട്ട് ഇസ് ദി ഫിൽറ്റർ ഓർ മോണോക്രോമാറ്റർ. ദി ഫംഗ്ഷൻ ഓഫ് ദി മോണോക്രോമാറ്റർ is to convert the polychromatic light to monochromatic light. The polychromatic light consists of many types of wavelength which cannot be used in the spectrophotometry. So in order to convert the polychromatic light into the monochromatic light, we use monochromators or filters. The parts of the monochromators are an entrance sill, a collimating lens, a dispersing device like prism or a grating, a focusing lens, and an exit. So the next part of the spectrophotometer is the filter or monochromator. The filter or monochromator is used to convert the polychromatic light which consists of many radiations of many wavelengths into monochromatic light. So the parts of the monochromator or filter are an entrance sill,
a collimatic lens, a dispersing device, a focusing lens, and an X slit. അപ്പം രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ ആദ്യത്തെ പാർട്ട് എന്തായിരുന്നു? ലൈറ്റ് സോഴ്സ് ആയിരുന്നു സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ ആദ്യത്തെ പാർട്ട്. സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഫിൽട്ടർ അല്ലെങ്കിൽ മോണോക്രോമാറ്റർ. അപ്പോൾ ഫിൽട്ടർ അല്ലെങ്കിൽ മോണോക്രോമാറ്ററിന് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് പോളിക്രോമാറ്റിക് ലൈറ്റിനെ മോണോക്രോമാറ്റിക് ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിൽട്ടർ അല്ലെങ്കിൽ മോണോക്രോമാറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഒരു എൻട്രൻസ് സ്ലിറ്റ് ഉണ്ട്, ഒരു കോളിമനാറ്റിക് ലെൻസ് ഉണ്ട്, പിന്നെ ഒരു ഡിസ്പേഴ്സിങ് ഡിവൈസ് അതായത് ഒരു പ്രിസം ഉണ്ട്, പിന്നെ ഒരു ഫോക്കസിങ് ലെൻസ് ഉണ്ട്, പിന്നെ എക്സ് സ്ലിറ്റ് ഉണ്ട്. അപ്പോൾ എൻട്രൻസ് സ്ലിറ്റിലൂടെ എൻ്റർ ചെയ്യുന്ന പോളിക്രോമാറ്റിക് ലൈറ്റ് എന്തിലേക്ക് നമ്മൾ കൊടുക്കും? കോളിമനാറ്റിക് ലെൻസ് വഴി നമ്മൾ പ്രിസത്തിലേക്ക് കൊടുക്കും. അപ്പോൾ പ്രിസത്തിലേക്ക് പോളിക്രോമാറ്റിക് ലൈറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നത് എന്തായിരിക്കും? മോണോക്രോമാറ്റിക് ലൈറ്റ് ആയിരിക്കും. അതായത് പ്രിസത്തിൽ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞൊരു ഫിനോമിന നടക്കുന്നുണ്ട്. നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവും +2. അതായത് നമ്മളൊരു പോളിക്രോമാറ്റിക് ലൈറ്റ് പ്രിസത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? മോണോക്രോമാറ്റിക് ആയിട്ടായിരിക്കും പുറത്തേക്ക് വരിക. ആ പുറത്ത് വരുന്നത് നമ്മളൊരു ഫോക്കസിങ് ലെൻസ് വെച്ചിട്ട് എക്സ് സ്ലിറ്റിലൂടെ പുറത്തേക്ക് വിടും. അപ്പോൾ ഫിൽറ്റേഴ്സായിട്ട് മെയിൻലി യൂസ് ചെയ്യുന്നത് ഗ്ലാസ് ഫിൽറ്റേഴ്സ് ഉണ്ട്, ജെലാറ്റിൻ ഫിൽറ്റേഴ്സ് ഉണ്ട്, interferometric filters ഉണ്ട്. The glass filters are made up of colored glass which transmit limited wavelength of range of spectrum, and the gelatin filters are consist of mixtures of dyes placed in gelatin and sandwiched between glass plates, whereas the interferometric plates consist of bandwidth 15 nanometer. Prisms can also be used. Prisms bends the monochromatic light and the amount of deviation depends upon wavelength. അപ്പോൾ പല ടൈപ്പ് ഫിൽറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഗ്ലാസ് ഫിൽറ്റേഴ്സ് ആണ്. ഗ്ലാസ് ഫിൽറ്റേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് കളേർഡ് ഗ്ലാസ് കൊണ്ടാണ്. രണ്ടാമത്തത് ജെലാറ്റിൻ ഫിൽറ്റേഴ്സ് ആണ്. അപ്പോൾ ജെലാറ്റിൻ എടുക്കുക, അതിലേക്ക് നമ്മൾ ഒരു മിക്സ്ചർ ഓഫ് ഡൈസ് ആഡ് ചെയ്യുക, എന്നിട്ട് അത് ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഇടയിൽ സാൻഡ്വിച്ച് ചെയ്യുക. ഇതാണ് ജെലാറ്റിൻ ഫിൽറ്റേഴ്സ്. അതായത് ജെലാറ്റിൻ ഒരു മിക്സ്ചർ ഓഫ് ഡൈസ് നമ്മൾ ജെലാറ്റിനിൽ വെച്ചിട്ട് അത് ഗ്ലാസ് പ്ലേസിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ അമർത്തുക. അപ്പോൾ അതാണ് ജെലാറ്റിൻ ഫിൽറ്റേഴ്സ്. പിന്നെ ഇൻ്റർഫെറോമെട്രിക് ഫിൽറ്റേഴ്സ് ഉണ്ട്, പ്രിസം ഉണ്ട്. അടുത്തത് സാമ്പിൾ കണ്ടെയ്നർ ഓർ സാമ്പിൾ സെൽസ്. സോ ദി തേർഡ് ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ് ഓഫ് ദി സാമ്പിൾ കണ്ടെയ്നർ ഓർ സാമ്പിൾ സെൽസ് വിച്ച് ഈസ് യൂഷ്വലി ക്യുവറ്റ്. ഇപ്പോൾ ക്യുവറ്റ് നിങ്ങൾക്ക് അറിയുന്നതാണ്, നിങ്ങൾ റീഡിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യുവറ്റാണ് സാമ്പിൾ കണ്ടെയ്നറായിട്ട് യൂസ് ചെയ്യുന്നത്. എ വെറൈറ്റി ഓഫ് സാമ്പിൾ സെൽസ് ആർ അവൈലബിൾ ഫോർ UV region. The choice of the sample cell is based on the path length, shape, size, the transmission characters at the desired wavelength, the relative expense. The cell holding the sample should be transparent to the wavelength region to be recorded. Quartz or fused silica cuvettes are used for spectroscopy in UV region, whereas silicate glasses can be used for visible region. ഇപ്പോൾ നമ്മൾ സാമ്പിൾ കണ്ടെയ്നർ അല്ലെങ്കിൽ സാമ്പിൾ സെൽസ് ആയിട്ട് യൂഷ്വലി യൂസ് ചെയ്യുന്നത് ക്യുവറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിൾ കണ്ടെയ്നർ എന്തിൻ്റെ ബേസിസിലാണ് സെലക്ട് ചെയ്യുന്നത്? ഒന്ന് പാത്ത് ലെങ്ത്ത്, ഷേപ്പ്, സൈസ്. മൂന്നാമത്തത് ആ സാമ്പിളിൻ്റെ ട്രാൻസ്മിഷൻ ക്യാരക്ടേഴ്സ്. പിന്നെ അതിൻ്റെ വില അല്ലെങ്കിൽ ആ സാമ്പിൾ കണ്ടെയ്നറിൻ്റെ അല്ലെങ്കിൽ ക്യുവറ്റിൻ്റെ വില അനുസരിച്ചിട്ടാണ് നമ്മൾ സാമ്പിൾ കണ്ടെയ്നർ അല്ലെങ്കിൽ ക്യുവറ്റ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ UV റീജിയനിൽ നമ്മൾ ഏത് ടൈപ്പ് ക്യുവറ്റാണ് യൂസ് ചെയ്യുന്നത്? ക്വാർട്സ് അല്ലെങ്കിൽ ഫ്യൂസ്ഡ് സിലിക്ക ക്യുവറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വിസിബിളിലേക്ക് നമുക്ക് സിലിക്കേറ്റ് ഗ്ലാസസ് ക്യുവറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ UV റീജിയനിൽ യൂസ് ചെയ്യുന്ന ക്യുവറ്റും വിസിബിൾ റീജിയനിൽ യൂസ് ചെയ്യുന്ന ക്യുവറ്റും ഡിഫറൻ്റ് ആണ്. UV റീജിയനിലേക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ക്വാർട്സ് അല്ലെങ്കിൽ ഫ്യൂസ്ഡ് സിലിക്ക ക്യുവറ്റ്സ് ആണ്. വിസിബിൾ റീജിയനിലേക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിലിക്കേറ്റ് ഗ്ലാസ് ക്യുവറ്റ്സ് ആണ്. അപ്പോൾ ഇതൊരു സിലിക്കേറ്റ് ഗ്ലാസ് ക്യുവറ്റാണ്. ഇതാണ് നമ്മൾ ലാബിലെല്ലാം യൂസ് ചെയ്യുന്നത്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ്. ദി ലാസ്റ്റ് പാർട്ട് ഓഫ് the next part of the spectrophotometers are the detectors. Three types of detectors can be used. They are barrier layer cell detector, photo cell detector, and photo multiplier tubes. No need of studying it in detail. Last is the recorder. So the results from the detector is recorded in a recorder. So this is the description of a UV spectrophotometer, which I had already told.
So before using an UV spectrometer or a spectrometer, you have to adjust it to auto zero with the help of a blank. ഇപ്പോൾ നിങ്ങൾ ലാബിൽ തന്നെ റീഡിംഗ് എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ബ്ലാങ്ക് വെച്ചിട്ട് ഓട്ടോ സീറോ ആക്കണം, എന്നിട്ട് റീഡിംഗ് എടുക്കാൻ പാടുള്ളൂ. പക്ഷേ ഈ ഡബിൾ ബീം സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ പിക്ചറാണ് കാണിക്കുന്നത്. ഡബിൾ ബീം സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ ഇങ്ങനെ ഓട്ടോ സീറോ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്നത് സിംഗിൾ ബീം സ്പെക്ട്രോഫോട്ടോമീറ്ററാണ്, അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യണം. നെക്സ്റ്റ്, അപ്ലിക്കേഷൻസ് ഓഫ് UV visible spectrophotometer. It is used in organic compounds. It is used for the detection of geometrical isomers. It is used for the detection of functional groups. And it is used in the qualitative analysis. അതായത് നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്ന എസ്റ്റിമേഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിറ്റക്ഷൻ ഓഫ് ഇമ്പ്യൂരിറ്റീസ് ഇതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കെമിക്കൽ കൈനറ്റിക്സിന് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഒരു റിയാക്ഷൻ്റെ കൈനറ്റിക്സ് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. മോളിക്കുലർ വെയിറ്റ് ഡിറ്റർമിനേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനോർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ യൂസസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമസിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, ഇമ്പ്യൂരിറ്റീസിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കൈനറ്റിക്സ്, റിയാക്ഷൻ്റെ കൈനറ്റിക്സ് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മോളിക്കുലർ വെയിറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനോർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓർഗാനിക് കെമിസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു. ഇപ്പോൾ UV visible സ്പെക്ട്രോസ്കോപ്പിയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ പാട്ടെന്ന് പറയുന്നത് സ്പെക്ട്രോസ്കോപ്പീൻ്റെ ജനറൽ ഇൻട്രൊഡക്ഷൻസ് ആണ്. ബാക്കിയൊക്കെ ആ സ്പെക്ട്രോസ്കോപ്പിൻ്റെ പ്രിൻസിപ്പിൾസും അതിൻ്റെ പാർട്സും അതിൻ്റെ ഓരോ പാർട്സും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം പഠിക്കുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു.